Hi all, this is Jasmine. Welcome to my channel. So today's our topic is noise. This is the second topic from the module 2. Okay, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതാണ് പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് എന്ന് പറയുന്ന ലേണിംഗ് മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു. അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്ക് നോയ്സ്. നോയ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ റീസൺസ് ഓഫ് നോയ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദി എഫക്റ്റ് ഓഫ് ദ നോയ്സ്. അതിനകത്ത് തന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഒക്കാംസ് റേസർ പ്രിൻസിപ്പിൾ. അതും ഈ പറയുന്ന നോയ്സിനകത്ത് വരുന്ന ഒരു ചെറിയൊരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒക്കാംസ് റേസർ എഴുതുമ്പോൾ നിങ്ങൾ ഈ നോയ്സ് വെച്ച് തുടങ്ങണം. മാർക്കിൻ്റെ ബേസിൽ നിങ്ങൾ പോകണം. ഇപ്പോൾ 6 മാർക്കിനുള്ള അല്ലെങ്കിൽ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോയ്സിൻ്റെ എഫക്റ്റ് ഓഫ് നോയ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എഫക്റ്റ് ഓഫ് നോയ്സിനകത്താണ് ഈ ഒക്കാംസ് റേസറിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, എനിവേസ് പറഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ പറയാം. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നോയ്സ് ഈസ് ആൻ അൺവാണ്ടഡ് അനോമലി ഇൻ ദ ഡേറ്റ. നമുക്ക് നോയ്സ് എന്താണെന്നറിയാം. ഡേറ്റയിനകത്തേക്ക് വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഓക്കെ, നമുക്ക് യാതൊരു ഉപയോഗവുമില്ലാത്ത കാര്യങ്ങൾ, അതാണ് നോയ്സ് എന്ന് വിളിക്കുക. ഈ നോയ്സ് കാരണം നമ്മൾക്ക് ലേൺ ചെയ്യേണ്ട ആ ഒരു ക്ലാസ് കാണുമല്ലോ, അതായത് ഒരു ലേണർ പഠിക്കേണ്ട ഒരു ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പഠിക്കുന്ന ക്ലാസ്സിൽ ഒരു ശല്യം ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി നല്ലൊരു പഠിക്കുന്ന കുട്ടിക്ക് ആ പറയുന്ന ക്ലാസ് കേൾക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലേ? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ നോയ്സും വരുന്നത്. ഡ്യൂ ടു നോയ്സ് ദ ക്ലാസ് മേ ബി മോർ ഡിഫിക്കൾട്ട് ടു ലേൺ. നല്ല പാടായിരിക്കും പഠിക്കാനായിട്ട്. അതിന് ആ ക്ലാസ്സിനെ പറ്റി പഠിച്ച് എടുത്ത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അതായത് ഡേറ്റാബേസിൽ നിന്നും നമ്മൾ കുറേ ഡേറ്റാസിനെ റാൻഡമായിട്ട് ചൂസ് ചെയ്ത് നമ്മളൊരു ഇൻസ്റ്റൻസ് സ്പേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്ന അതിൽ നിന്ന് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, അപ്പം ആ പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കുന്ന ആ ഒരു സ്പേസിനകത്ത് നോയ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ലേൺ. നെക്സ്റ്റ് വൺ ഈസ് യൂസിങ് ദിസ് സെലക്റ്റഡ് ഹൈപ്പോത്തിസിസ്. അപ്പം നമ്മൾ ആ പറയുന്ന ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്നും നമ്മൾ പഠിച്ചു വെച്ചു, മോഡൽ പഠിച്ചു വെച്ചു, കുറേ ഡേറ്റാബേസിൽ നിന്നും നമ്മൾക്ക് റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാസ് ഇട്ടിട്ട് അതിൽ നിന്നും മോഡൽ ട്രെയിൻ ചെയ്തെടുക്കുവാണ്. ആ എക്സാമ്പിൾസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. ആ മോഡലിനകത്ത് വരുന്ന നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നോയ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് മേ നോട്ട് പ്രൊഡ്യൂസ് എ ഗുഡ് റിസൾട്ട്. നല്ലൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. നമ്മൾ സെലക്ട് ചെയ്ത ഹൈപ്പോത്തസിസിൽ ഉള്ള പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു 50% നമ്മൾ സെലക്ട് ചെയ്ത ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ ബാക്കി 50% കംപ്ലീറ്റ് അങ്ങനെയുള്ളൊരു ഹൈപ്പോത്തസിസ് വരാൻ കാരണം എന്തായിരിക്കും? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നോയ്സിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതങ്ങോട്ടേക്ക് നമ്മളിവിടെ ഈ ഭാഗങ്ങളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദെൻ വാട്ട് ആർ ദ റീസൺസ് ഓഫ് നോയ്സ്? നോയ്സ് ഉണ്ടാകാനായിട്ടുള്ള 3 റീസൺസ് ആണ് ഇവിടെ പറയുന്നത്. ആ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 പോയിൻറ്റ്സ് നിങ്ങൾ എഴുതണം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് എടുക്കത്തില്ലേ? ഓക്കെ, നമ്മൾ ആ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് നമ്മളൊരു കുട്ടീനെ ഒരു ക്വസ്റ്റ്യനും പഠിപ്പിക്കും, അതിന് കറസ്പോണ്ടിങ് ആൻസറും പഠിപ്പിക്കും. അപ്പം നമ്മൾ ആ കൊടുക്കുന്ന ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ്, അതായത് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് പ്രിസൈസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് കുട്ടിക്ക് അധികം ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇംപ്രിസൈസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അത് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ മൈൻഡിൽ ആ കൺസെപ്റ്റ് വെക്കുമല്ലോ, ആ കൺസെപ്റ്റ് തെറ്റിപ്പോകും, ഇല്ലേ? ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ ആ തെറ്റായിരിക്കും ആ കുട്ടി പഠിച്ച് മൈൻഡിൽ വെക്കുന്നത്, അതിൻ്റെ കൺസെപ്റ്റേ തെറ്റിപ്പോകും. ഓക്കെ, അപ്പം ദർ മേ ബി ഇംപ്രിസിഷൻ ഇൻ റെക്കോർഡിംഗ് ദ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ്. നമ്മൾ ആട്രിബ്യൂട്ടുകൾ, ഇൻപുട്ട് ആട്രിബ്യൂട്ടും കാണും, അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലേബലും കാണും. ഓക്കെ, നമ്മൾ നമ്മുടെ മോഡലിന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുറേ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സും വെച്ചിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടും വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് ഇംപ്രിസൈസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിനകത്തേക്ക് പ്ലോട്ട് ചെയ്യുന്ന ഡേറ്റ ഇപ്പോൾ ഒറിജിനലി ഇവിടെയാണ് ഇരിക്കേണ്ടതെങ്കിൽ ആ ഡേറ്റ ഷിഫ്റ്റ് ചെയ്ത് മാറുന്നു. ഓക്കെ,
shift the data points in the input space. നമ്മൾ കൊടുക്കുന്ന ആ ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്നും, നമ്മൾ ആ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിൽ നിന്നും എവിടെയാണോ ഒറിജിനൽ ഡേറ്റ വേണ്ടിയിരുന്നത് ആ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് കാരണം എന്ത് ചെയ്യും, ആ ഡേറ്റ പോയിൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ശരിക്കും ഒരു നോയ്സിൻ്റെ റീസണാണ്. ഓക്കെ, ഈ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് റെക്കോർഡ് ചെയ്യുന്നത് ഇംപ്രിസൈസ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ നോയ്സ്. നെക്സ്റ്റ് വൺ ഈസ് ദർ മേ ബി എറേഴ്സ് ഇൻ ലേബലിംഗ് ദ ഡേറ്റ പോയിൻറ്റ്സ്. അതായത് ഞാനിപ്പം ഒരു കുട്ടീനെ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും വെച്ച് പഠിപ്പിക്കുവാണ്. ഈ കൊടുക്കുന്ന ഔട്ട്പുട്ട് എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ടീച്ചർ പഠിപ്പിച്ചത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കുന്നതും തെറ്റായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഇൻപുട്ട് ആട്രിബ്യൂട്ട് ഉണ്ട്, ഈ ആട്രിബ്യൂട്ട് വരേണ്ടത് പോസിറ്റീവ് ക്ലാസ്സിലായിരുന്നു, ബട്ട് ഞാൻ മിസ്റ്റേക്കിനായിട്ട് ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞ് കൊടുത്തുപോയി. ഓക്കെ, അപ്പോൾ കുട്ടി അത് തന്നെയല്ലേ പഠിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ലേബൽ ചെയ്യുന്ന ഡേറ്റ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്ന ടേംസിൽ നിന്ന്, പോസിറ്റീവ് എന്ന് പറയുന്ന ടേമിൽ നിന്ന് മാറി നെഗറ്റീവായി പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച്. ഇതിനെയാണ് നമ്മൾ ടീച്ചർ നോയ്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ടീച്ചർ നോയ്സ് എന്ന് വിളിക്കുന്നത്? ഒരു ടീച്ചർ കുട്ടിയെ പഠിപ്പിച്ചതാണത്. ഓക്കെ, അപ്പോഴുണ്ടായൊരു തെറ്റാണ്. അപ്പോൾ ദർ മേ ബി എറേഴ്സ് ഇൻ ലേബലിംഗ് ദ ഡേറ്റ പോയിൻറ്റ്സ് വിച്ച് മേ റീലേബിൾ പോസിറ്റീവ് ഇൻസ്റ്റൻസ് ആസ് നെഗറ്റീവായിട്ട് റീലേബിൾ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ. ദിസ് ഈസ് കോൾഡ് ടീച്ചർ നോയ്സ്. ആൻഡ് ദി തേർഡ് പോയിൻ്റ് ഈസ്, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില ആട്രിബ്യൂട്ടുകൾ. പാവം പോലെ ഇരിക്കും, ബട്ട് എന്താണ് അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന് നമ്മൾ അതറിയത്തില്ല, തിരിച്ചറിയത്തില്ല. അങ്ങനെ പാവം പോലെ ഇരിക്കുന്ന ചില ആട്രിബ്യൂട്ട്സുകൾ. ഓക്കെ, ദർ മേ ബി അഡീഷണൽ ആട്രിബ്യൂട്ട്സ് വിച്ച് വി ഹാവ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നമ്മൾ കാര്യമായിട്ട് എടുക്കാത്ത ചില ആട്രിബ്യൂട്ട്സുകൾ. ഓക്കെ, അത് പക്ഷേ ആ ആട്രിബ്യൂട്ടുകൾക്ക് നമ്മൾ ചെയ്യുന്ന ലേബലിനെ മാറ്റാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ ക്ലാസ്സിനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ പറയുന്ന ആട്രിബ്യൂട്ടുകൾക്ക് കാണും. ബട്ട് നമ്മളത് അധികം ശ്രദ്ധിക്കത്തില്ല. നമ്മൾ അതും കൂടി ചേർത്ത് റാൻഡമായിട്ട് എടുക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ചേർത്ത് ചിലപ്പോൾ എടുക്കും. ഈ പറയുന്ന ഹിഡൻ ആയിട്ട് കിടക്കും, നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത കാര്യങ്ങൾ പോലും നോയ്സ് ആയിട്ട് വരും. There may be some additional attributes which we have not taken into account. നമ്മൾ കാര്യമായിട്ട് എടുക്കാത്ത സംഭവങ്ങൾ that affects the label of an instance. ഒരു ഇൻസ്റ്റൻസിൻ്റെ ലേബലിനെ അത് ശരിക്കും ബാധിക്കും. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ഹിഡൻ ആയിരിക്കും. അതായത് നമ്മൾ അൺഅബ്സർവബിൾ ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സ്, നമ്മൾ കാര്യമായിട്ട് എടുക്കാത്ത ആട്രിബ്യൂട്ട്സ്. സെയിം സെൻറ്റൻസ് തന്നെയാണ് വേറെ രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ദ എഫക്റ്റ് ഓഫ് ദിസ് നെഗ്ലക്റ്റഡ് ആട്രിബ്യൂട്ട്സ് ഈസ് ദസ് മോഡൽ ആസ് എ റാൻഡം കമ്പോണൻറ്റ് ആൻഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ നോയ്സ്. നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കിടക്കുന്ന ആട്രിബ്യൂട്ട്സും കൂടി ഇൻക്ലൂഡായി വരുമ്പോൾ ശരിക്കും അവിടെ ഒരു നോയ്സ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 റീസൺസ്. അപ്പം നോയ്സ് എന്താണെന്ന് നിങ്ങൾ എഴുതുക, ഈ 3 റീസൺസും എഴുതുക. തീർന്നില്ല. ഇനിയാണ് എഫക്റ്റ് ഓഫ് നോയ്സ് വരുന്നത്. എഫക്റ്റ് ഓഫ് നോയ്സ് ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം അതിനകത്ത്? ഇതാണ് നിങ്ങൾ അടുത്തത് എഴുതേണ്ടത്. എഫക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് നോയ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് എഫക്റ്റ് ആകുന്നത്, എന്തിനൊക്കെയാണ് എഫക്റ്റ് ആകുന്നതെന്ന് പറയാം. നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റേനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ നോയ്സ് കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ, നമ്മൾ ഒരു ഡേറ്റ സെറ്റ് കൊടുത്ത് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മോഡൽ ഒരിക്കലും നമ്മളെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, നമ്മളൊരു മോഡൽ ട്രെയിൻ ചെയ്യിപ്പിച്ചു, പുറത്തേക്ക് ഇറക്കി, അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് ഡേറ്റാസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് തരത്തില്ല. ഓക്കെ, അത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് നോയ്സ് ആണ്. ഇനി ചില സമയങ്ങളിൽ നമ്മൾ സിമ്പിൾ ഹൈപ്പോത്തസിസുകൾ ഇട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ലൈനോ റെക്റ്റാങ്കിളോ പോലെയുള്ള സിമ്പിൾ ഹൈപ്പോത്തസിസ്. അത് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഞാൻ എന്നാലും ഇവിടെ പറയുവാണ്. സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് അതായത് നമ്മുടെ കറക്റ്റ് ഡേറ്റാസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, കറക്റ്റ് വാല്യൂസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസുകളായിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. Simple hypothesis may not be sufficient to explain the data, and so complicated hypothesis may have to be formulated. നമ്മൾ സിമ്പിൾ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമ്മുടെ ഡേറ്റാ സ്പേസിൽ നമ്മൾ സിമ്പിൾ ഹൈപ്പോത്തസിസ് ഇട്ട് നോക്കുമ്പോൾ, ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രെയിനിങ് ഡേറ്റാസിൻ്റെ കറസ്പോണ്ടിങ് ലേബൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തസിസ്
സിമ്പിൾ ഡേറ്റ വെച്ചിട്ട് കിട്ടുന്നില്ല. ബട്ട് അത് ഏതാണ് ഭയങ്കരമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഹൈപ്പോത്തിസിസ് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റായി ട്രെയിൻ ചെയ്ത് കറക്റ്റ് റിസൾട്ടിൽ കിട്ടുന്നുണ്ട്, ട്രെയിൻ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോംപ്ലിക്കേറ്റഡ് ഈ പറയുന്ന ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് അഡീഷണൽ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അത് ശരിക്കും വേസ്റ്റാണ്. ഓക്കെ, ശരിക്കും നമ്മൾ അഡീഷണൽ റിസോഴ്സൊക്കെ എടുത്ത് ചെയ്യുവാണ്. അപ്പം ഇറ്റ് ഈസ് ആക്ച്വലി വേസ്റ്റേജ് ഓഫ് റിസോഴ്സാണ് അവിടെ നടക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പാരഗ്രാഫിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഈ പറയുന്ന ഫിഗർ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആണ്. ഇത് നോക്കുക. ഇതിനകത്ത് ഇതൊരു നമ്മുടെ സ്പേസാണ്. ഈ സ്പേസിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ആട്രിബ്യൂട്ട്സ്, അതായത് പോയിൻറ്റ്സുകളുണ്ട്. ഞാൻ H1 എന്ന് പറഞ്ഞിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ റെക്റ്റാങ്കിൾ ഹൈപ്പോത്തിസിൻ്റെയാണ്. H1 എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ഹൈപ്പോത്തിസിസ്, H2 എന്ന് പറയുന്ന ഈ വിഗ്ലി ആയിട്ട് കിടക്കുന്ന ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ റെക്റ്റാങ്കിൾ ഹൈപ്പോത്തിസിസ് ആണോ ഞാനിങ്ങനെ ഡാർക്കൺ ചെയ്ത്, അതായത് ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന ഹൈപ്പോത്തിസിസ്, വിഗ്ലി ഹൈപ്പോത്തിസിസ് ആണോ ബെറ്റർ വൺ, വിച്ച് ഈസ് ദി മോർ സിംപ്ലർ വൺ? ഡെഫിനറ്റ്ലി റെക്റ്റാങ്കിൾ ഹൈപ്പോത്തിസിസ് ആണ് സിംപ്ലർ. ബട്ട് ഈ സിംപ്ലർ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എനിക്ക് ഒരു റെക്റ്റാങ്കിൾ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യാം. വേറാസ് നിങ്ങൾ ഈ പറയുന്ന വിഗ്ലി ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് മോർ പാരാമീറ്റേഴ്സ്, ഒത്തിരി പാരാമീറ്റേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയെടുക്കുന്നത്. that means it is very complicated hypothesis, okay, when compared with our rectangle hypothesis. See here, rectangle hypothesisനകത്ത് കവർ ചെയ്യുന്നതിനകത്ത് വരുന്നതിനകത്ത് ഓക്കെ, അത് കറക്റ്റായിട്ട് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കാണിക്കുന്നില്ല. കാരണം ഈ പറയുന്ന റെക്റ്റാങ്കിളിനകത്ത്, ഈ ബ്ലാക്ക് നോക്കല്ലേ, റെഡിൻ്റെ ആ റെക്റ്റാങ്കിളിനകത്ത് ഒരു നെഗറ്റീവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് മിസ്സായിട്ടുണ്ട്. This rectangle hypothesis is a simple hypothesis, but it is not providing us the correct one. Correct output provide ചെയ്യുന്നില്ല. Whereas in the case of this wiggly hypothesis, that means H2 എന്ന് പറയുന്ന hypothesis, it is correctly giving us the output. ഔട്ട്പുട്ട് എല്ലാം കറക്റ്റായിട്ട് തരുന്നുണ്ട്. എല്ലാം ഈ പറയുന്നതിനകത്ത് വരുന്നതെല്ലാം പോസിറ്റീവാണ്. ഇതെല്ലാം ട്രെയിനിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ട്രെയിനിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമത് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഓക്കെ, നിങ്ങൾ ഈ വിഗ്ലി ഹൈപ്പോത്തിസിസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങളൊരു റെക്റ്റാങ്കിൾ ഹൈപ്പോത്തിസിസും ട്രെയിൻ ചെയ്ത് പുറത്തിറക്കി. ഓക്കെ, ഇനി ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ഇത് ട്രെയിനിങ് കഴിഞ്ഞു, ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. അടുത്ത വിഗ്ലി ഹൈപ്പോത്തിസിസ് നിങ്ങൾ സെപ്പറേറ്റ് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ റെക്റ്റാങ്കിൾ ഹൈപ്പോത്തിസിസ് ആയിരിക്കും. അതായത് ഏറ്റവും എറർ കുറച്ച് കിട്ടുന്നത് റെക്റ്റാങ്കിൾ ഹൈപ്പോത്തിസിസ് ആയിരിക്കും. കൂടുതൽ എറർ ഫോം ചെയ്യുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസുകളായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറയാം, ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും പഠിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ. ഓക്കെ, ഇനി വായിക്കാം. വെൻ ദർ ഇസ് നോയ്സ്, there is not a simple boundary between the positive and negative instances. When there is a noise ഉണ്ട് എങ്കിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഇൻസ്റ്റൻസിൻ്റെ ഇടയിൽ നമുക്ക് സിമ്പിൾ ബൗണ്ടറി ഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഈ വിഗ്ലി ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് തന്നെ നോയ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫോം ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ടു സെപ്പറേറ്റ് ദം വൺ നീഡ്സ് എ കോംപ്ലിക്കേറ്റഡ് ഹൈപ്പോത്തിസിസ്. ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഫോം എ കോംപ്ലിക്കേറ്റഡ് ഹൈപ്പോത്തിസിസിൻ്റെ ആവശ്യം വരും. സിമ്പിൾ ബൗണ്ടറി നമുക്ക് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, so next one is rectangle can be defined by 4 numbers. നമുക്ക് റെക്റ്റാങ്കിൾ ഡിഫൈൻ ചെയ്യാനായിട്ട് 4 പാരാമീറ്റേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. അതേസമയം ഈ പറയുന്ന H2 എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. എ റെക്റ്റാങ്കിൾ ക്യാൻ ബി ഡിഫൈൻഡ് ബൈ 4 numbers, but to define a more complicated shape one needs a more complex model with a much large number of parameters. ഇനി with a complex model we can make a perfect fit to the data and attain zero error. ഈ പറയുന്ന കോംപ്ലെക്സ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ എല്ലാം അതിനകത്ത് കറക്റ്റ് ഫിറ്റാണ്, അതിനകത്ത് 0 എറർ മാത്രമേ തരുന്നുള്ളൂ. ബട്ട് നമുക്ക് ടെസ്റ്റിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ട്രെയിനിങ്ങിൽ അങ്ങനെയാണ് തരുന്നത്.
വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അനദർ പോസിബിലിറ്റി ഈസ് ടു കീപ് ദ മോഡൽ സിമ്പിൾ ആൻഡ് അലൗ സം എറർ. നമ്മുടെ വേറൊരു പോസിബിലിറ്റി നമ്മുടെ ഹൈപ്പോത്തിസിസിനെ സിമ്പിൾ ആക്കുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് എറർ വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാക്കുക. ഓക്കെ, നമ്മൾ ഭയങ്കരമായ കോംപ്ലക്സ് മോഡലിലേക്ക് പോകുന്നതാണോ അതേ സിമ്പിൾ മോഡൽ എടുത്തിട്ട് കുറച്ച് എറർ വരുന്നതാണോ നല്ലത്? ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ് ബെറ്റർ ഹാർഡ് വർക്കിനെക്കാട്ടിലും, അത് മാത്രം ഉദ്ദേശിച്ചാൽ മതി. അതാണ് ഈ പറയുന്ന സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, യൂസിങ് ദ സിമ്പിൾ റെക്റ്റാങ്കിൾ മേക്സ് മോർ സെൻസ്. സിമ്പിൾ റെക്റ്റാങ്കിൾ ആണ് കൂടുതൽ സെൻസ് ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം മൂന്ന് റീസൺസ് ആണ് പറയുന്നത്. ടോട്ടൽ 3 റീസൺസ് ആണ് വൈ ദ റെക്റ്റാങ്കിൾ ദ സിംപ്ലർ ഹൈപ്പോത്തസിസ് ഇസ് മച്ച് മോർ സെൻസിബിൾ എന്ന് പറയുന്നതിന് കാരണം ഇറ്റ് ഇസ് സിമ്പിൾ മോഡൽ ടു യൂസ്. റെക്റ്റാങ്കിൾ സിമ്പിൾ ആണ് യൂസ് ചെയ്യാൻ. കാരണം എന്താണ്, ഇപ്പോൾ ഒരു നെഗറ്റീവോ ഒരു പോസിറ്റീവോ ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് റെക്റ്റാങ്കിളിൽ നോക്കിയാൽ മതി. ആ റെക്റ്റാങ്കിളിനകത്ത് പോസിറ്റീവ്, ആ പറയുന്ന ഡേറ്റ പോയിന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ പറയുന്ന റെക്റ്റാങ്കിളിൽ വരുന്ന എല്ലാ ആൾക്കാരും പോസിറ്റീവ് ആണോ, ബാക്കി പുറത്ത് കിടക്കുന്ന ആൾക്കാരെല്ലാം നെഗറ്റീവ് ആണോ, അങ്ങനെ മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ടു യൂസ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സിമ്പിൾ മോഡൽ ടു ട്രെയിൻ ആൻഡ് ഹാസ് ഫ്യൂവർ പാരാമീറ്റേഴ്സ്. നമുക്ക് ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ് ബിക്കോസ് ഓഫ് ഫ്യൂവർ പാരാമീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്. It is easier to find the corner values of a rectangle than the control points of an arbitrary shape. നമ്മുടെ ഈ പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഈ കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഈസിയാണ് when compared with this the hypothesis H2. It is simple model to explain ചെയ്യാനും എളുപ്പമാണ്. These are the 3 points why the simple rectangle makes more sense എന്ന് പറയുന്നതിൻ്റെ റീസൺ പറയുന്നത് ഇതാണ്. ഒന്ന്, ഈ പറയുന്ന സിമ്പിൾ മോഡൽ എന്ന് പറയുന്നത് സിമ്പിൾ മോഡൽ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത്, മോഡൽ ട്രെയിൻ ചെയ്യാൻ ഈസിയാണ്. മൂന്നാമത്, മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഒക്കാംസ് പ്രിൻസിപ്പിൾ, റേസർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വരുന്നത്. നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ റെക്റ്റാങ്കിൾ സിമ്പിൾ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ഹൈപ്പോത്തസിസ് ആണ് ഏറ്റവും നമ്മൾ ഏത് ഹൈപ്പോത്തസിസ് സിമ്പിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസുകൾ ചൂസ് ചെയ്യണം ആൻഡ് അലൗ സം എറർ ടു ഹാപ്പൺ അതർ ദാൻ ചൂസ് എ വെരി കോംപ്ലെക്സ് ഹൈപ്പോത്തസിസ്. ഭയങ്കരമായ കോംപ്ലെക്സ് ഹൈപ്പോത്തസിസ് ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ചൂസ് ചെയ്തിട്ട് മേക്ക് സം വെരി സ്മോൾ എറർ ഉണ്ടാക്കിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ എടുക്കുക. ദിസ് ഈസ് ആക്ച്വലി ദ പ്രിൻസിപ്പിൾ ഓഫ് ഒക്കാംസ് റേസേഴ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, അതായത് ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ഒക്കാംസ് റേസർ. എന്താണ് ഒക്കാംസ് റേസർ പറയുന്നത്? വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് സിംപ്ലർ എക്സ്പ്ലനേഷൻസ് ആർ മോർ പ്ലോസിബിൾ ആൻഡ് എനി അൺനെസസറി കോംപ്ലിസിറ്റി ഷുഡ് ബി ഷേവ്ഡ് ഓഫ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഭയങ്കരമായ കോംപ്ലക്സ് ആയിട്ട് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. വേറാസ് ഞാൻ സിമ്പിളായിട്ട് വളരെ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. സോ ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ഒക്കാംസ് റേസർ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് സിംപ്ലർ എക്സ്പ്ലനേഷൻസ് ആർ മോർ പ്ലോസിബിൾ ആൻഡ് എനി അൺനെസസറി കോംപ്ലിസിറ്റി ഷുഡ് ബി ഷേവ്ഡ് ഓഫ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. സോ വെൻ യു ആർ റൈറ്റിംഗ് എ നോയ്സ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ വാട്ട് ഈസ് നോയ്സ്, റൈറ്റ് ഡൗൺ ദ റീസൺ ഓഫ് ഇറ്റ് ആൻഡ് വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് ഇറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളിത് ഫുൾ എഴുതണം. ഈ പറയുന്ന ഒക്കാംസ് പ്രിൻസിപ്പിൾ വരെ എഴുതി നിർത്തണം. ഓക്കെ, ഒക്കാംസ് പ്രിൻസിപ്പിൾ മാത്രം ചോദിച്ചാൽ ജസ്റ്റ് ടച്ച് ദിസ് കണ്ടന്റ്, റീസൺസ് ആൻഡ് നോയ്സ്, ജസ്റ്റ് ടച്ച് ഇറ്റ്. ബട്ട് യു ഹാവ് ടു എക്സ്പ്ലെയിൻ clearly the effect of the noises, and in that effect of noise you have to draw this figure and explain the Occam's razor principle. Okay, so if you have any doubts, please comment in the chat box and I will come with another video, that means another topic, that is learning multiple classes video soon. Thank you.